പ്രൈസ് ദി ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പെന്തക്കോസ്ത് രാഷ്ട്രീയം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തനായ ഒരു വിശ്വാസിക്ക് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഭരണത്തിലിരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഒരു വിശ്വാസിക്ക് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ആദ്യമായിട്ട് വായിക്കുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവമാണ്, സ്വർഗത്തിലെ നമ്മുടെ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ലോകത്തിലുള്ള ഭരണകർത്താക്കളെ നീക്കുകയും നിയമിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു സർക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദൈവദാസന്മാരും ദൈവമക്കളൊക്കെ കൂടി ഉപവസിച്ച ഒരു ചരിത്രം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എന്തുണ്ടായി? ആര് വരല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചോ, അവർ തന്നെ ഭരണത്തിൽ എന്ത് ചെയ്തു? വരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ ധാരണ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നതെന്നാ. അതൊന്നും അല്ല. അത് നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് അറിയാം ഇവിടെ ഭരണത്തിൽ ആരെ കൊണ്ടുവരണമെന്നും ആരെ ഇരുത്തണമെന്നും ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദാനിയേൽ 2:21 പറയുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും. അപ്പൊ സ്വർഗത്തിലെ ദൈവമാണ് രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ദൈവമക്കൾക്ക് ഈ ഭരണാധികാരികളായിട്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. നമുക്ക് അതിന് ആധാരമായിട്ട് റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ലോകത്തിലുള്ള ഭരണാധികാരികളെ കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നത്. ചിലർ പറയുന്നത് ദൈവ ശുശ്രൂഷന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സഭയിലെ ശുശ്രൂഷന്മാരെ കുറിച്ചാണെന്നാണ് ഇവിടെ ചിലർ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് ആരെ കുറിച്ചാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഞാനത് വായിക്കുന്നു. ഏതു മനുഷ്യനും, റോമാലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ് ഏത് അധികാരവും, ഇവിടെയുള്ള എല്ലാ അധികാരങ്ങളും ദൈവത്താലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ദാനിയേലിൽ പറഞ്ഞത് രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പറയണ, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും. അപ്പൊ ഇവിടെ പറയാണ് അധികാരസ്ഥരെ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോടാണ് മറുക്കുന്നത്. കാരണം ദൈവമാണ് രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഞാനിത് പറയുമ്പം നമ്മൾ നിയമം പ്രസംഗിക്കുമ്പോൾ നമ്മൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ചിലര് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും, അതേപോലെ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും, വണ്ടിക്ക് ബുക്കും പേപ്പറില്ലാതെ വണ്ടി ഓടിക്കും. ഇതൊക്കെ വളരെ തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ആ പാസ്റ്റർമാരെ ആദ്യം പിടിക്കണം. ഞാൻ ഇത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് 100 മീറ്റർ ബാക്കിലാണ് ഒരു ഉൾവഴിക്കിടെ പോയിട്ടാണ് കൊച്ചിനെ നഴ്സറിയിൽ വിടുന്നത്. അപ്പൊ അവിടെ വരെ പോകുമ്പോഴും ഞാൻ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ അങ്ങോട്ട് പോവില്ല. റോട്ടിൽ ഇറങ്ങിയാൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിരിക്കും. അത് നമ്മൾ നിയമം പഠിപ്പിക്കുമ്പോൾ നമ്മൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അനേകരായിട്ട് ഞാനിത് സംസാരിച്ചിട്ടുള്ളതാ. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പലരും സഭയിൽ നിന്ന് പോയവരുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പത്രോസിനും യേശുവിനും വേണ്ടി എന്ത് ചെയ്ത്? ചുങ്കം കൊടുത്തു, നികുതി കൊടുത്തു. അല്ലേ? പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്, അതിന്റെ വായിൽ ചതുരദ്രഹ്മ ഉണ്ടാവും, നീ അതെടുത്ത് എനിക്കും നിനക്കും കൂടി എന്ത് ചെയ്യണം? നികുതി കൊടുക്കാൻ പറഞ്ഞു. അതാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും, കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കാൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നികുതി വെട്ടിക്കരുത്, തട്ടിപ്പ് ചെയ്യരുത്, ടാക്സ് വെട്ടിക്കരുത്. വലിയ വലിയ വീടുകളൊക്കെ വെച്ചിട്ട് ടാക്സ് വെട്ടിക്കരുത്. അതൊക്കെ കള്ളത്തരം, വഞ്ചനയാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇവിടെ പറയാണ്, അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവധി പ്രാപിക്കും.
എന്നിട്ട് 3-ാം വാക്യം പറഞ്ഞു, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അപ്പം ഈ ലോകത്തിലെ ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണം? അവർ ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അവർ സൽപ്രവൃത്തിക്ക് വേണ്ടിയല്ല ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി കാണിച്ചാൽ അവനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? ഓരോ വിശ്വാസത്തോടും പറയാണ്, അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. അപ്പൊ ഈ ലോകത്തിലെ ഭരണാധികാരികളോട് നന്മ ചെയ്യണമെന്നേ പറയുന്നത്. എന്നിട്ട് കേട്ടോ, നിന്റെ നന്മക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ഭരണാധികാരികളെ ദൈവവചനം പറഞ്ഞ അവർ ദൈവ ശുശ്രൂഷക്കാരാണ്. കാരണം ദൈവമാണ് അവരെ ആ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. ഒരു ദൈവമക്കളും ദൈവദാസന്മാരും എന്താണ്? വാൾ വഹിക്കുകയല്ല ചെയ്യുന്നത്. അടുത്ത് കേട്ടോ, അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ഇത് ദൈവദാസന്മാരെ കുറിച്ചല്ലെന്ന് പറയാൻ കാരണം അതാ. അതായത് ഈ ഭരണാധികാരിയെ കുറിച്ച് എന്താ പറഞ്ഞ? അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായിട്ട് പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരനാണ്. പക്ഷെ ദൈവദാസന്മാര് ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ദൈവദാസന്മാരെ കുറിച്ചും ദൈവസഭയെ കുറിച്ചും ആമേൻ വിശ്വാസിയെ കുറിച്ചുള്ള പ്രമാണം. അല്ലാതെ ദോഷം പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷയ്ക്കായിട്ട് പ്രതികാരിയായിട്ട് ഇരിക്കാനല്ല. ആമേൻ ഈ ലോകത്തിലെ അധികാരികളെ പോലെ ആമേൻ പ്രതികാരിയായിട്ട് ഇരിക്കാനല്ല ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത് കേട്ടോ, അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതായത് ഹെൽമെറ്റ് വെക്കാതെ ഊടുവഴി ചാടി പോരുന്നതാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെ? അല്ലെങ്കിൽ പോലീസ് കാണാതെ പല വഴികളും കുറുക്കുവഴി നമുക്ക് ചാടിപ്പോവാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ശിക്ഷയെ മാത്രമല്ല ആ മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങണമെന്ന്. മനസാക്ഷിയെ വെച്ച് കീഴടങ്ങിയാൽ നമ്മൾ നിയമം അനുസരിക്കുന്ന ആരായിരിക്കും? ഇന്ന് നിയമം അനുസരിക്കാത്തത് കൊണ്ട് പെന്തക്കോസ്ത് കോളത്തിൽ അനേകര് ദൈവനാമം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. ഇത് ദൈവ ശുശ്രൂഷകന്മാരല്ല, അല്ലെങ്കിൽ പാസ്റ്റർമാരെ കുറിച്ചല്ല, ആ സഭകളിൽ ശുശ്രൂഷന്മാരെ കുറിച്ചല്ല, വളരെ വ്യക്തമായിട്ട് വാക്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നികുതി കൊടുക്കുന്നു. നികുതി ആർക്കാ കൊടുക്കുന്നേ? പാസ്റ്റർമാർക്കാണോ നികുതി കൊടുക്കുന്നേ? നമ്മൾ ഗവൺമെന്റിനാണ് നികുതി കൊടുക്കുന്നത്. ഈ വാക്യം ഞാൻ പറഞ്ഞത്, ഈ വാക്യം വളരെ വ്യക്തമാണ്. ഇത് ശുശ്രൂഷകന്മാർക്കാണ്, അല്ലെങ്കിൽ ചർച്ചിലുള്ള ദൈവ ശുശ്രൂഷകന്മാർക്കാണ് ഈ വചനമെന്ന് പറയുന്നതോട് ഞാൻ പറയുന്നു, അതല്ല. ഇത് നിശ്ചയമായിട്ടും ലോകത്തിലുള്ള ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മൾ നികുതി കൊടുക്കുന്നത് ദൈവസഭയ്ക്കല്ല, പാസ്റ്റേഴ്സിനല്ല, ശുശ്രൂഷകന്മാർക്കല്ല, ഈ ലോകത്തിലുള്ള ഭരണാധികാരികൾക്കാണ് നമ്മൾ നികുതി കൊടുക്കുന്നത്. വളരെ വ്യക്തമാണത്. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. അപ്പൊ വളരെ വ്യക്തമാണ്, ഈ ലോകത്തിലുള്ള ഭരണാധികാരികളെ ദൈവത്തിന്റെ വചനം വിളിച്ചിരിക്കുന്നത് ദൈവ ശുശ്രൂഷകന്മാരാണെന്നാണ്. കാരണം ദൈവമാണ് അവരെ ഭരണത്തിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ ലോകത്തിലുള്ള വിശ്വാസികളെയും അവിശ്വാസികളുടെയും എല്ലാ കാര്യങ്ങളും നോക്കുകയും അവർക്ക് വേണ്ടതായ തക്കതായ ശിക്ഷകൾ കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ലോകത്തിലെ ഭരണാധികാരികള്. അപ്പൊ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം നോക്കുന്നവരുമാകുന്നു. എന്നിട്ട് പറയാണ്, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. വളരെ ശ്രദ്ധിക്കണം ദൈവമക്കള്. ഇവിടെ പറയണ എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കണം. നികുതി കൊടുക്കേണ്ടവന് നികുതി കൊടുക്കണം. വെട്ടിക്കരുത്, ടാക്സ് വെട്ടിക്കരുത്, കള്ളത്തരം കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം. കണ്ടോ? ഭയം കാണിക്കേണ്ടവന് ഭയം ചെയ്യണം, കാണിക്കണം. മാനം കാണിക്കേണ്ടവന് മാനം കാണിക്കണം. അവിടെ എതിർത്ത് നിൽക്കാനല്ല വചനം പറയുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥകളൊക്കെ നമ്മൾ പാലിച്ചാലാണ് നമുക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ. ഞാൻ ആ ഷോർട്സില് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടതായ 51 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 49 യോഗ്യതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണണം. ഓരോ വീഡിയോ 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് പോയി കാണണം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ ശക്തമായിട്ട് പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ പിശാചി നിങ്ങളുടെ പുറകിൽ നിന്ന് മാറില്ല. നമ്മൾ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും കള്ളത്തരവും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിശാചി നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞ ആത്മീയമായിട്ട് വളരാൻ പറ്റാനുള്ള, ഉണരാൻ പറ്റാനുള്ള എങ്ങനെയാണ്? ആ വായെടുത്ത് നുണയെ പറയുള്ളൂ, കള്ളത്തിനെ കാണിക്കുള്ളൂ, ഗവൺമെന്റിനെ വഞ്ചിക്കും, തരം കിട്ടിയാലത്തൊക്കെ നീയും പറ്റിപ്പും വഞ്ചനയും കള്ളത്തരമൊക്കെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ ലാഭങ്ങൾക്ക് വേണ്ടി
വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കാണിക്കുന്നവരാണ് ഇവിടെയുള്ളവര്. ആ വെളിച്ചെണ്ണയിൽ പോലും മായം കാണിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. വിശ്വാസികളെ കുറിച്ച് പറയുന്നത് കള്ളത്തരം കാണിക്കുന്നവരാണെന്നാ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ ആത്മീയ ജീവിതം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെയാണ് ഇവർക്ക് കൃപയിൽ നിൽക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയം, പെന്തക്കോസ്ത് രാഷ്ട്രീയം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് ഭയങ്കരമായ വഞ്ചനയാണ്. യഥാർത്ഥമായ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഉപദേശപ്രകാരമുള്ള വചനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാവിധമായ മതസ്ഥരോടെയുണ്ട്. അപ്പോൾ എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പങ്കെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥമായ ഒരു ദൈവവിശ്വാസിയായിട്ട് ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച്, ഉപദേശം അനുസരിച്ച് നിൽക്കണമെങ്കിൽ നിനക്കൊരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ഈ ലോകം നമുക്ക് അനുകൂലമല്ലെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഈ ലോകത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനല്ല യേശു വന്നത്. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. അത് 1000 ആണ്ട് വാഴ്ചയിലാണ് യേശുക്രിസ്തു ഭരിക്കുന്ന ഒരു രാജ്യമുള്ളത്. ഈ ലോകത്തിൽ നമുക്ക് നിന്നയും കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രമേ ഉണ്ടാകുള്ളൂ. യഥാർത്ഥ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. തിമോഥെയോസിൽ പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ആദിമസഭയിൽ അവർ ഒരിക്കലും ഈ ഭരണാധികാരികളോട് കൈ കൊടുത്തില്ല. അവർ ഉപദേശത്തിന് വേണ്ടി നിന്നു. ജയിലിൽ കിടന്നപ്പോഴും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവമാണ് അവരെ വിടുവിച്ചത്. അല്ലാതെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരോട് പറഞ്ഞിട്ടോ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരല്ല ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, യഥാർത്ഥമായിട്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. അവൻ യേശുവിനെ പ്രസംഗിക്കേണ്ടവനാണ്. നശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവനല്ല. നശിച്ചു പോകുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗിക്കേണ്ടവനല്ല. മരണത്തിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് എന്തിനാണെന്നറിയാമോ? ആ യേശുവിനെ കുറിച്ച് അവന്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. ആ യേശുവിലേക്ക് അനേകരെ നയിക്കുവാൻ വേണ്ടിയാണ്. ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് യേശു നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ പലപ്പോഴും പറയുന്നുള്ള ഒരു കാര്യം അതാണ്. പണ്ടൊക്കെ അനേകര് ഈ രാഷ്ട്രീയം വിട്ടുകൊണ്ടാണ് ദൈവകൃപയിലേക്ക് വന്നത്. എന്നിട്ട് ഇനി തിരിച്ചങ്ങോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് വഞ്ചനയാണ്. ഇത് ആര് ചെയ്താലും വഞ്ചനയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഇതിലൊന്നും അകപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ വോട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം. അത് നമുക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മുടെ തീരുമാനമാണ് ആർക്ക് വേണം വോട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്താണ്, ഒരു അധികാരത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാൻ ഒരു ദൈവ പൈതലിനെ ദൈവം അനുവദിക്കുന്നില്ല. കാരണം ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ ലോകമായിട്ട് നമുക്കൊരു കൂട്ടായ്മയില്ല. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഇതൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തില് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു അധികാരത്തിൽ ഒരു മനുഷ്യനേറിയാൽ എല്ലാ വിഭാഗക്കാരുമായിട്ട് അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ദൈവ പൈതല് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്യേണ്ടി വരും. അവർക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ദൈവ പൈതലിന് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല, ദൈവം ഇത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവകൃപയിൽ നിൽപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രാഷ്ട്രീയം നമ്മൾ വിടണം. നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. ആത്മമണവാളനെ കർത്താവിനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. അവന് വേണ്ടിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കൃത്യമായിട്ട് പറയുന്നു, നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്. കാരണം നമ്മുടെ യേശു മരിച്ചു മൺമറഞ്ഞു പോകുന്നൊരു ദൈവമല്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കേണ്ടത്. അതുകൊണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. ആ യേശുവിനെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ആ യേശുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഈ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കാം. അതാണ് പൗലോസ് പറഞ്ഞു വെച്ചത്. കഷ്ടതയോ ആപത്തോ പട്ടിണിയോ വാളോ നഗ്നതയോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കാം. പഴയ പാരമ്പര്യം വിട്ടു വന്ന ആളായിരുന്നു പൗലോസ്.
യഹൂദ മതത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷെ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നവനായി മാറി. കാരണം നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒറ്റ മാർഗം യേശുവിന്റെ മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.